ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷ അറ്റവരാരെങ്കിലും ഉണ്ടോ? ഒരു വഴിയും ഇനി തുറക്കത്തില്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ഒരു ദൂതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി, ഇനി ഒരു വഴിയും തുറക്കത്തില്ല, എൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കാനുള്ള സാധ്യതകളില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് പകൽക്കാലം ഈ ദൂത് കൈമാറ്റം ചെയ്യുന്നത്. ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എഴുതി വെച്ചോ, യേശുവിൻ്റെ നാമത്തിൽ ആ വഴികൾ ദൈവം തുറക്കുക തന്നെ ചെയ്യും. ആരും തുറക്കാത്ത ചില വാതിലുകൾ, ആരും തുറക്കാത്ത ചില വഴികൾ ദൈവം നിങ്ങൾക്കായി ഇന്ന് പകൽക്കാലം തുറക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ, ഈ മെസ്സേജ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകത്തില്ല, നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആരെങ്കിലും നിങ്ങളെ നോക്കി ഒരു ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നീ ഒരിക്കലും ആമേൻ ഉയരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിന്നെ തേടി വരുന്ന ഒരു യേശുവുണ്ട്, നിന്നെ മാത്രം അന്വേഷിച്ചു വരുന്ന ഒരു അരുമനാഥനുണ്ട്. ആ യേശു ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചില പുതിയ വഴികളും വാതിലുകളും തുറക്കുവാൻ പോകുന്നുവെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന്. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കും എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഇതൊരു ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജാണ്. അവൻ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഏതെങ്കിലും പ്രതീക്ഷ അറ്റവരാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു നന്മ വരത്തില്ല, ശുശ്രൂഷ മേഖലകൾ ഞാൻ വളർന്നു പോകത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, മുരടിച്ചു പോയെന്ന് പറഞ്ഞ് ദുഃഖിച്ച് വിലപിച്ച് അവൻ വ്യാകുലപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ലഭിച്ചില്ല. അവൻ വെറുതെ ഇരുന്നില്ല. ആമേൻ. ശീമോൻ അധ്വാനിക്കുന്നവനായിരുന്നു. ആ ശീമോൻ കഴിഞ്ഞ രാത്രി മുഴുവനും അവൻ വലയിൽ ഒരു മീനെങ്കിലും വീഴുമെന്ന് ഉള്ള വിശ്വാസത്തിൽ അധ്വാനിച്ചു. പക്ഷേ അവന്റെ വലയ്ക്കകത്ത് ഒരു മീൻ പോലും വീണില്ല. പക്ഷേ ഇവിടെ ഇതാ നസ്രയനായ യേശു ഗന്നസരേത്ത് തടാകത്തിൽ വന്നു നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, വലതുവശത്തു വല വീശുവാൻ. അവൻ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചു. നാഥാ, എനിക്കൊന്നും ലഭിച്ചില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല, നീ ഈ തടാകത്തിൽ ആദ്യമായിട്ട് ഞാൻ നിന്നെ കാണുകയാണ്, പക്ഷെ നിന്റെ വാക്കിന് എന്തോ ഒരു ശക്തി ഉണ്ടല്ലോ, നിന്റെ വാക്കിൽ എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ടല്ലോ. അവൻ ആ വാക്കിന് വില കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ പെരുത്ത മീൻകൂട്ടം അവന്റെ വലയ്ക്കകത്ത് കയറുവാൻ ഇടയായി. അത് മാത്രമല്ല, അടുത്ത 2 വള്ളം നിറയ്ക്കുന്ന നിലവാരത്തിൽ അതിനെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിന് ഇഷ്ടം തോന്നി. ഇന്ന് പകൽക്കാലം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ മുരടിച്ചു പോയെന്ന് പറയുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ നിന്നെ നോക്കി ഒരിക്കലും നീ പെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ തന്നെ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ ദൈവം നിന്റെ തലയെ ഉയർത്തും. ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയ സഹോദരങ്ങൾ തയ്യാറായാൽ ഈ ദിവസങ്ങൾ നീ പോലും അറിയാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കലവറകൾ തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God bless you.